ما أبغي أخرب اسمي لا تضرب بابا بسبب سايق أو خدام، وما أبغي أدخل الشرطة، بس عندي صلاحية أجازيكي، أنا كفيلك. لا تضرب بابا. انت مسلمة، الله ما يغفر لك اللي عملتيه. أنت لو خربتي سمعة أهلي أقتلك. لا تضرب بابا. اضربها، عذبها. وينك يا حيوان؟ أنا أترك عشان أنت معنا من 10 سنين. ايوه ما أبغي أشوفك هنا ثاني. روح من هنا ولا أسلمك للشرطة. روح. انقلع من هنا. اللي جوا ما تعطيني حتى مويه. ഫാത്തിമ, അവരെല്ലാം ഉറങ്ങി. അക്കുൽ, നോ ഫുഡ് പ്രോബ്ലം. അക്കുൽ, روحي هنا وإلا أنت في مشكلة. എന്റെ കുഴപ്പമൊന്നും പറഞ്ഞല്ലേ ഞാൻ. രണ്ടുപേരും കേട്ടില്ല. ഹലോ ഉസ്മാൻ. ഹലോ പെങ്ങളെ, എനിക്കൊരു അബദ്ധം പറ്റി, അതിന് കിട്ടുകയും ചെയ്തു. ഇപ്പൊ ആ പാവം പെണ്ണിന്റെ കാര്യം ഓർത്തിട്ടാ. അവൾ അവിടെ ഇട്ട് കൊന്നുകളയും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും പുറത്തു കിടന്ന അവൾക്ക് വേറെ എവിടെയെങ്കിലും ജോലി ശരിയാക്കി കൊടുക്കാൻ ഞാൻ. പെങ്ങൾ അവളെ പുറത്ത് ചാടാൻ ഒന്ന് സഹായിക്കണം. ചാടാനോ? അവരെങ്ങാനും അറിഞ്ഞ? ഇപ്പൊ ചാടിയാൽ ആരും അറിയില്ല. ഞാനിപ്പോ വീടിന് പുറകിലുണ്ട്. പ്ലീസ് പെങ്ങളെ, ഒന്ന് സഹായിക്കണം. നിങ്ങളുടെ മുറിയിലെ AC മാറ്റിയ ഹോള് കാർബോർഡ് വച്ച അടച്ചിരിക്കുന്നത്. അത് തുറന്ന് പുറത്തേക്ക് കടന്ന വീടിന്റെ പുറകിലെത്താം. ഞാൻ ആ ഭാഗത്തുണ്ട്. ഫാത്തിമയ്ക്കൊന്ന് കൊടുക്കോ? ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. هلو عثمان. ايش هذا؟ انت ما تعرفين تطوين؟ يلا اكوي قدامي. اوف، الظاهر هذه ما تبغى تتعلم، لكن انا اللي بعلمك. അറബികളുടെ വീടുകളല്ലേ, എല്ലാ പണിക്കും മെഷീൻ ഉണ്ടാവും. പിന്നെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഒരാളായിട്ട് നിന്ന് കൊടുക്കണമെന്ന് മാത്രം. അന്ന് രാധാകൃഷ്ണേട്ടന് വിസ ശരിയാക്കാന്ന് പറഞ്ഞ ഉസ്മാനായി കാര്യം പറഞ്ഞത്. അയാള് ഡ്രൈവറായിട്ട് ജോലിക്ക് നിൽക്കുന്ന വീട്ടിലേക്ക് അത്രേ. എല്ലാ ചെലവും കഴിഞ്ഞിട്ട് 800 റിയാൽ ശമ്പളം കിട്ടും എന്നാ പറയണത്. 800 റിയാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു 10-15,000 രൂപയോളം ഉണ്ടാവും. സമ്മതാച്ചാ എത്രയും പെട്ടെന്ന് വിസ അയച്ചു തരാന്ന്. വേണ്ട സുധീർ, അന്യരാജ്യത്തെ ഏതോ വീട്ടിലെ ഏച്ചിൽ വരാൻ ഞാൻ അവളെ അയക്കണില്ല. എന്റെ മോനത് പൊറുക്കില്ല. സാരില്ല അച്ഛാ, ഞാൻ പോവാ. അഭിമാനം നോക്കിയിരുന്ന ദാരിദ്ര്യവും കഷ്ടപ്പാടും തീരില്ലാലോ. ഇവിടെ ഇരുന്ന് കഴിഞ്ഞുപോയി ഓരോന്നോർത്ത് കരണയിലും ഭേദല്ലേ ഇത്.
They were good. Good. Sleep. Sleep. Good night. Good night. ഇഷ്ടമുണ്ടായിട്ടല്ല മോളെ ഞങ്ങൾ പറഞ്ഞയക്കണത്. اي انتي قوم اطبخي بس نوم ونظفي البيت، انا طالعه هلا. ഹലോ ഉസ്മാനെ, എന്താ പെങ്ങളെ? എനിക്ക് മതിയായി ഉസ്മാനെ. ഇനി ഇവിടെ നിന്ന ഞാൻ മരിച്ചു പോവും. എന്നെ അവര് കൊല്ലാക്കൊല ചെയ്യ. 5 മാസായിപ്പോ വീട്ടിലേക്ക് പൈസ അയച്ചിട്ടില്ല. ഈ ഫോണിൽ നിന്ന് നാട്ടിലേക്ക് വിളിക്കാനും പറ്റില്ല. എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു പോണം. അതിന് ഞാനിപ്പോ എന്താ ചെയ്യാ? എങ്ങനെയെങ്കിലും എന്നെ വീട്ടിലെത്തിക്കണം. ഇപ്പൊ അവിടെ ആരുമില്ലേ? ഇല്ല, ഫാം ഹൗസിൽ പോയിരിക്കുക. എന്നാൽ ഇനി രാത്രിയല്ലേ വരൂ. ഒരു കാര്യം ചെയ്, അന്ന് ഫാത്തിമ ചാടിയ പോലെ എങ്ങനെയെങ്കിലും ചാടാൻ നോക്ക്. മഗ്‌രിബ് ബാങ്ക് കൊടുത്തതിന് ശേഷം ചാടിയാൽ മതി. പുറത്ത് കടന്ന് കുറച്ച് വലത്തോട്ട് നടന്ന അൽവാദ എന്നൊരു ഗ്രോസറി ഷോപ്പുണ്ട്, നമ്മുടെ നാട്ടുകാരൻ്റെ അബുക്ക. ഞാൻ വിളിച്ച് പറയാം. അബുക്ക എങ്ങനെയെങ്കിലും പെങ്ങളെ എൻ്റെ അടുത്ത് എത്തിച്ചോളും. ഞാനിവിടെ റിയാദിലാണ് ഉള്ളത്. സൂക്ഷിക്കണം, ഗേറ്റിന് മുമ്പിൽ കൂടി വേണം പോരാൻ. അവിടെ കാലമാടൻ വാച്ച്മാൻ ഉണ്ടാവും, അയാളുടെ കണ്ണിപ്പെടരുത്. അവസരം കിട്ടിയ സ്ഥിതിക്ക് ഇന്ന് തന്നെ ചാടുന്നതാ ബുദ്ധി. ഉസ്മാനെ, ഒന്നും ആലോചിക്കണ്ട. റിയാദിൽ എത്തിക്കിട്ടിയ ബാക്കി ഞാൻ